കല്ലട സുരേഷ് ബസിൽ യാത്രക്കാർക്ക് നേരെയുണ്ടായ ക്രൂരമർദ്ദനം ജനമറിഞ്ഞതോടെ ബസ് മുതലാളിമാർ കൂട്ടത്തോടെ പെട്ടിരിക്കുകയാണ്. വിവിധയിടങ്ങളിൽ നിർത്തി യാത്രക്കാരെ എടുക്കുന്നതടക്കം അനധികൃത സർവീസ് നടത്തുന്ന അന്തർ സംസ്ഥാന സ്വകാര്യ ബസ്സുകൾക്കെതിരെ കർശന നടപടിക്ക് ഗതാഗത വകുപ്പ് നിർദ്ദേശം നൽകി കഴിഞ്ഞു. തിരഞ്ഞെടുപ്പിന് ശേഷം പെർമിറ്റ് റദ്ദാക്കലടക്കം നടപടി സ്വീകരിക്കാനാണ് ഗതാഗത കമ്മീഷണറേറ്റിന്റെ തീരുമാനം. ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എടുക്കുന്ന സ്വകാര്യ ബസ്സുകൾ KSRTCക്ക് സമാന്തരം സർവീസ് നടത്തുകയാണ്. ഒരു സ്ഥലത്ത് നിന്ന് കൂട്ടമായി ആളെ എടുത്ത് മറ്റൊരിടത്ത് എത്തിക്കാൻ മാത്രമാണ് ഈ പെർമിറ്റിൽ അനുമതി. ടിക്കറ്റ് കൊടുക്കാൻ പാടില്ല. പോയിന്റുകളിൽ നിർത്തി യാത്രക്കാരെ എടുക്കരുത്. യാത്രക്കാരെ പല സ്ഥലങ്ങളിൽ നിന്ന് കയറ്റി പല സ്ഥലങ്ങളിൽ ഇറക്കുന്നതിനും ടിക്കറ്റ് നൽകി സർവീസ് നടത്തുന്നതിനും KSRTCക്ക് മാത്രമാണ് അനുമതി. എന്നാൽ നിയമലംഘനം മറയിടുന്നതിന് സ്വകാര്യ വെബ്സൈറ്റുകളുമായി കരാറുണ്ടാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നവരെ കൂട്ടമായി ബസ്സുകൾക്ക് നൽകും. യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകുന്ന നിയമപ്രശ്നം ഇങ്ങനെയാണ് മറികടക്കുന്നത്. എന്നാൽ സ്വകാര്യ ബസ്സുകൾ തന്നെ സ്വന്തമായി വെബ്സൈറ്റ് തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ എത്തുന്ന സമയക്രമം പരസ്യപ്പെടുത്തി റിസർവേഷൻ നൽകുന്നതാണ് പുതിയ പ്രവണത. നടപടി എടുക്കേണ്ടവരാകട്ടെ കണ്ണടച്ചതോടെ ഇവർ തഴച്ചു വളർന്നു. സംസ്ഥാനത്ത് 300-ലധികം അന്തർ സംസ്ഥാന സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ടെന്നാണ് വിവരം. 3 മാസത്തിലൊരിക്കൽ 60,000 മുതൽ 70,000 രൂപ വരെ ഇവർ നികുതി അടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്തിനകത്ത് പെർമിറ്റുള്ള സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് പുറമെയാണിത്. വിവാഹം, വിനോദയാത്ര, തീർത്ഥാടനം എന്നീ ആവശ്യങ്ങൾക്കുള്ള ഈ ബസ്സുകളും ടിക്കറ്റ് റിസർവ് ചെയ്ത് സംസ്ഥാനത്തിനകത്ത് സർവീസ് നടത്തുന്നുണ്ട്. ഇവർക്കെതിരെയും നടപടിയെടുക്കാനാണ് ഇപ്പോൾ തീരുമാനം. അന്തർ സംസ്ഥാന സർവീസ് നടത്തി കൊള്ളലാഭം കൊയ്യുന്ന സ്വകാര്യ ബസ്സുകൾ പലതും പ്രവർത്തിക്കുന്നത് നിയമങ്ങളും ചട്ടങ്ങളും കാറ്റിൽ പറത്തിയാണ്. ചില സർവീസുകൾ മാത്രം നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഭൂരിഭാഗവും സുരക്ഷിതവും സുഗമവുമായ യാത്ര ഒരുക്കുന്നതിൽ വൻ പരാജയമാണ്. ഇത്തരം ബസ്സുകൾക്കെതിരെ നിരന്തരം പരാതികൾ ഉയരുമ്പോഴും നടപടി ഉണ്ടാകാറുമില്ല. രാഷ്ട്രീയ നേതൃത്വങ്ങളുമായും ഉന്നത ഉദ്യോഗസ്ഥരുമായുമുള്ള അവിശുദ്ധ ബന്ധമാണ് ബസ്സുടമകൾക്ക് നിയമം ലംഘിക്കാനുള്ള മറയാകുന്നത്. പ്രതിദിനം 500-ലധികം ബസ്സുകൾ കേരളത്തിനും ഇതര സംസ്ഥാനങ്ങൾക്കുമിടയിൽ സർവീസ് നടത്തുന്നുണ്ടെന്നാണ് കണക്ക്. വർഷങ്ങൾക്ക് മുൻപ് ഓരോ റൂട്ടിലും നിശ്ചിത നിരക്കാണ് ഈടാക്കിയിരുന്നതെങ്കിൽ ഇപ്പോൾ തിരക്കനുസരിച്ച് തോന്നിയ നിരക്കാണ്. ബസ്സുകളിൽ ഭൂരിഭാഗവും കർണാടക മുതൽ അരുണാചൽ പ്രദേശ് വരെയുള്ള സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്തവയും. കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന ബസ്സുകൾ ഇവിടെ 3 മാസം കൂടുമ്പോൾ നികുതി അടക്കുന്നതിന് പുറമെ ഇതര സംസ്ഥാനത്ത് ഒരു ദിവസം പോയി വന്നാലും അവിടെ 1 വർഷത്തെ നികുതി ഒരുമിച്ച് നൽകണം. അതേസമയം മറ്റിടങ്ങളിൽ രജിസ്റ്റർ ചെയ്താൽ രണ്ടിടത്തും വർഷത്തിൽ 4 തവണകളായി നികുതി അടക്കാൻ അവസരം ലഭിക്കും. ഈ സൗകര്യം മുൻനിർത്തിയാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാൻ മടിക്കുന്നത്. മാത്രമല്ല ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അടക്കം രേഖകൾ ലഭിക്കാൻ ഇതര സംസ്ഥാനങ്ങളിൽ നടപടികൾ ലളിതവുമാണ്. കോൺട്രാക്ട് കാരേജ് പെർമിറ്റിന്റെ മറവിലാണ് ഇത്തരം ബസ്സുകൾ സർവീസ് നടത്തുന്നത്. യാത്രക്കാരിൽ നിന്ന് പണം നേരിട്ട് വാങ്ങാതെ ഏജൻസികളെ ചുമതലപ്പെടുത്തുകയും തുടർന്ന് ആളുകളെ നിശ്ചിത സ്ഥലത്തെത്തിക്കാൻ ഏജൻസിയുമായി ഉണ്ടാക്കുന്ന കരാർ വഴി സർവീസ് നടത്തുകയുമാണ് ചെയ്യുന്നത്. തുണിത്തരങ്ങളും പൂക്കളും മുതൽ നിരോധിത ഉൽപ്പന്നങ്ങൾ വരെ ഇത്തരം ബസ്സുകൾ വഴി കടത്തുന്നതായി നേരത്തെ തന്നെ പരാതിയുണ്ട്. എല്ലാത്തിനും പൂട്ടിടാൻ ശ്രമിക്കുകയാണ് സർക്കാർ. അങ്ങനെ കല്ലട കാരണം എല്ലാ ബസ് മുതലാളിമാരും വെട്ടിലായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.